ഗൈസ്, ലെച്ചസനെ ഇന്ന് ഞാൻ വന്നത് പുതിയൊരു കഥയുമായിട്ടാണ്. ഇന്ന് നമ്മൾ പറയുന്നത് മുട്ടക്കുട്ടനെയും ചെരുപ്പ് ചേച്ചിനെയും കുറിച്ചാണ്. വേറൊന്നുമല്ല, ഒരു ദിവസം മുട്ടക്കുട്ടൻ ഇങ്ങനെ മല്ലാണ്ട് നിന്ന് കരയുക. അപ്പോൾ ചെരുപ്പ് ചേച്ചി ചോദിച്ചു, എന്ത് പറ്റി മോനെ നീ ഇങ്ങനെ കരയുന്നത്? എന്നീ മനുഷ്യർ ഓരോ കറികൾ വെക്കാനും തിന്നാനും ഉപയോഗിക്കുകയാണ്. ലാസ്റ്റ് എൻ്റെ തോട് എങ്ങോട്ടെങ്കിലും വലിച്ചെറിയുന്നു. അത് ഏതെങ്കിലും ചെടിയുടെ ചോട്ടിൽ വളമായി കിടക്കുന്നു. ഇത് കേട്ടാൽ നമ്മുടെ ചെരുപ്പ് ചേച്ചി പറയും, മോനെ നീ വിഷമിക്കണ്ട, ഞാനൊരു കഥ പറഞ്ഞു തരാം, നീ ആ കണ്ണീരങ്ങ് തുടക്കി. ഒരിക്കൽ ഞാനൊരു കടയിൽ എത്രയോ മനോഹരമായി ഇരുന്ന ഒരാളാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ എന്നെ വന്ന് വാങ്ങി. അവനെ അഴുക്കിൽ നിന്നും മുള്ളിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഞാൻ സംരക്ഷിച്ചു വന്നു. ആദ്യമൊക്കെ അവരെന്നെ തുടച്ച് വൃത്തിയാക്കി മനോഹരമായി സൂക്ഷിച്ചു. വീടിന് ഉള്ളിലായിരുന്നു എൻ്റെ സ്ഥാനം. എന്നാൽ പയ്യെ എൻ്റെ നിറം മങ്ങാൻ തുടങ്ങി. അഴുക്കുകളിൽ വലിച്ചെറിയാൻ തുടങ്ങി. ഒടുവിൽ എനിക്കൊരു വിള്ളൽ പറ്റിയ സമയം അകത്തുനിന്നും ഒരു മൂലയിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞു. അവൻ്റെ കാലുകൾക്ക് മുള്ളുകൊള്ളാതെ, അഴുക്ക് തട്ടാതെ, കല്ലുകൾ കൊള്ളാതെ എന്നെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മൂലയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇതാണ് എല്ലാവരുടെയും അവസ്ഥ. ആവശ്യങ്ങൾക്ക് മാത്രമാണ് എന്നെ അവരുപയോഗിച്ചിരുന്നത്. എൻ്റെ സ്ഥാനം അവൻ്റെ കാലുകളിൽ മാത്രമായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. ഇതിൽ നിന്ന് 3 ഉദാഹരണമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമത്തെ ഉദാഹരണം, തൻ്റെ കണ്ണുകൊണ്ട് തന്നിലേക്ക് തന്നെ നോക്കിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് കണ്ണിൽ കാണുകയുള്ളൂ. എന്നാൽ ചുറ്റുപാടും ഒന്ന് കണ്ണുയർത്തി നോക്കൂ. അപ്പോൾ അറിയാൻ പറ്റും, ചിലപ്പോൾ നമ്മളെക്കാൾ വിഷമിക്കുന്ന എത്രയോ പേര് ഈ ലോകത്തുണ്ട്. എന്നിട്ട് അവരും ജീവിക്കുന്നില്ലേ ഈ ഭൂമിയിൽ. ചില സമയങ്ങളിൽ നമ്മളുടെ സങ്കടങ്ങൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുടെ സങ്കടങ്ങളും മനസ്സിലാക്കി ജീവിക്കുന്നത് നല്ലതാണ്. മൂന്നാമതായി ഞാൻ പറയുന്ന ഉദാഹരണം വേറൊന്നുമല്ല, ചെറിയൊരു തത്വമാണ് കേട്ടോ. എറേഴ്സ് ആർ നോട്ടീസ് ബട്ട് എഫേർട്ട് ആർ ഇഗ്നോർ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ എഫേർട്ട് എടുക്കാറുണ്ട്. നമ്മൾ അവരെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടയ്ക്ക് കൂടെ നിൽക്കും. എന്നാൽ അതൊക്കെ ഒരു പോയിൻ്റ് വരെ മാത്രമേ നിലനിൽക്കൂ. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലവർക്ക് ഓർമ്മയുണ്ടാകും. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. എറേഴ്സ് ആർ നോട്ടീസ്, എഫേർട്ട് ആർ ഇഗ്നോർ എന്ന്. കാരണം നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മറക്കുകയും, എന്നാൽ നമ്മളൊരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയാൽ അത് ലൈഫ് ലോങ് അവർക്കൊരു മനസ്സിൽ കുത്തി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് നിൽക്കും. അതാണ് മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ 3 ഉദാഹരണങ്ങളല്ലാതെ ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഇതിലൊന്നും പെടാത്ത ചില മനുഷ്യരുണ്ട് കേട്ടോ. ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും വാങ്ങിക്കാതെ, ഒന്നും തിരിച്ചു ചോദിക്കാതെ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചിലർ. അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിനക്ക് പോകാം, നിന്നെ പിടിച്ചു വെക്കില്ല, നിന്നെ ശല്യപ്പെടുത്തില്ല, പിന്നാലെ വരില്ല, നിന്നെ ബുദ്ധിമുട്ടിക്കില്ല, എന്നാൽ നിന്നെ വഴി തടയില്ല, എന്നാലും ഞാൻ സ്നേഹിക്കും നിന്നെ. എങ്ങനെയാണെന്നറിയോ? എൻ്റെ മാത്രം ഇഷ്ടങ്ങളിൽ ഒരു ശല്യമാകാതെ നിന്നെ ഞാൻ സ്നേഹിക്കും എന്നും. ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, നമ്മുടെ ലോകത്ത് ഒത്തിരിയേറെ മനുഷ്യരുണ്ട് ഗൈസ്. നമ്മൾ എല്ലാ മനുഷ്യരെയും തിരഞ്ഞെടുക്കുന്ന രീതിയിലാണ് നമ്മളുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യന്മാരെ അവരെങ്ങനെയാണ് അല്ലെങ്കിൽ ഏതാണ് എന്ന് നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാനുള്ള കഴിവോ ഒന്നും നമുക്കാരും തന്നിട്ടില്ല. പക്ഷേ ഒരേ ഒരു ലൈഫാണുള്ളത്. അത് നമ്മൾ ചിന്തിച്ചും തീരുമാനിച്ചും പക്വതയോടെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം നിങ്ങൾ സ്നേഹത്തോടെ വെക്കുക, നിങ്ങൾ മനസ്സോടെ ചേർത്ത് വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹോപ്പ് യു ആർ എൻജോയിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.